പാലക്കാട് പട്ടാമ്പിയിൽ 10ാം ക്ലാസ്സുകാരന് മർദ്ദനം. പട്ടാമ്പി GHSS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥി മുഹമ്മദ് അബീസിന്റെ കണ്ണിന് പരിക്കേറ്റു. സ്കൂളിൽ 9ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരും തമ്മിലുള്ള തർക്കത്തിനിടെ പുറത്തുനിന്നെത്തിയ ആളുകൾ മർദ്ദിച്ചു എന്നതാണ് പരാതി. ഷാരിഖ് നവാസ് ചേരുന്നുണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ഷാരിഖ്, ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ കുട്ടിയുടെ മുഹമ്മദ് അബീസിന്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? സ്മിത, പ്രവിധ, കഴിഞ്ഞ 13-നാണ് 10ാം ക്ലാസ്സുകാരന് ക്രൂരമായി മർദ്ദനം സ്കൂളിൽ നിന്ന് ഉണ്ടായത്. അതായത് ഈ 10ാം ക്ലാസ്സുകാരും 9ാം ക്ലാസ്സുകാരും, അതായത് പട്ടാമ്പി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ്സുകാരും 9ാം ക്ലാസ്സുകാരും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾക്ക് ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ഇവർ അടിപിടിയും മറ്റു കശപിശയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നമാണ് പുറത്തുനിന്ന് എത്തിയ, അതായത് ഈ 9ാം ക്ലാസ്സുകാരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് ചോദ്യം ചെയ്യാൻ സ്കൂളിൽ എത്തിയിരുന്നു. ഇവർ തമ്മിൽ വാക്കുവാദങ്ങളുണ്ടായി. പരസ്പരം അസഭ്യം പറയുകയും ഉൾപ്പെടെയുള്ള ഇതിലേക്ക് കടന്നു. ഇതിനിടെയാണ് ഒരു പുറത്തു നിന്നെത്തിയ ഒരു സംഘത്തിലെ ഒരാൾ മുഹമ്മദ് അബീസിൻ്റെ കണ്ണിലേക്ക് ഒരു വടി കൊണ്ട് എടുത്ത് അടിക്കുന്നത്. ഈ അടിയിലാണ് കണ്ണിന് കാര്യമായി പരിക്കേറ്റത്. കുട്ടിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. കുട്ടി കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ചികിത്സ തേടി ആശുപത്രി വിട്ട് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്, പട്ടാമ്പിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. പോലീസിൽ കഴിഞ്ഞ ദിവസമാണ് കുട്ടിയുടെ രക്ഷിതാവും ഉൾപ്പെടെ പരാതി നൽകിയത്. പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ചു വരികയാണ്. മുൻപ് സ്കൂളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലുണ്ടായിരുന്ന ചെറിയൊരു പ്രശ്നമാണ് വലിയൊരു അക്രമത്തിലേക്ക് വഴിവിട്ടത് എന്ന് പറയാൻ. 9ാം ക്ലാസ്സുകാരും 10ാം ക്ലാസ്സുകാരും മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം സ്കൂളിലെ ഇവരുടെ രക്ഷിതാക്കൾ എത്തിയാണ് ഇതിനെ വഷളാക്കിയത്. സ്മിത, പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.